ഇവിടെ ഇപ്പം ഞാനൊരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടിയും ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്ത്, അപ്പം നമ്മൾ നാളെ ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇതൊന്ന് വാങ്ങിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറേലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഫ്രീസറിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചതേ മാരിനേറ്റ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ തലേന്നേ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പിറ്റേന്ന് ഇങ്ങനെ ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം നമുക്കൊന്ന് 3/4 കൂടുതലൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ വറുത്തെടുത്ത് ഇങ്ങനെ കറി വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഈ ഫ്രൈഡ് റൈസിനൊക്കെ കിട്ടത്തില്ലേ, നല്ല കൊഴുത്ത ചാറോട് കൂടിയ ആ ടൈപ്പിലുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എനിക്കിപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഓയിൽ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഒരു 5-8 മിനിറ്റ് ഒരു സൈഡ് ഇട്ടിട്ട് പിന്നെ തിരിച്ചിട്ടിട്ട് ആ സൈഡ് കൂടെ ഒന്ന് എടുക്കുവേ. ഞാൻ വറുത്ത് കോരിയൊന്നും അങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ഫ്രൈഡ് റൈസ് കൂടെ ഉണ്ടാക്കണമായിരുന്നു. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഒന്നും കാണിക്കുന്നില്ല, ഈ ചിക്കൻ കറിയുടെ മാത്രമേ റെസിപ്പി കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം 2-3 തീരെയായിട്ട് ഇതൊന്ന് വറുത്തെടുത്തായിരുന്നേ. അതിൽ നിന്ന് കുറച്ച് ഓയിൽ അങ്ങ് മാറ്റിയിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഞാനൊരു 1.5 കിലോ സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിക്കോ ഇത്രയൊക്കെ ചേർത്താൽ മധുരം വരത്തില്ലേന്ന്. അങ്ങനെ വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ഫ്രൈഡ് റൈസിനൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി ലൈറ്റ് മധുരമുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഞാൻ പറയാം 2.5 കിലോയിലോളം ചിക്കനുണ്ട്. അതിനൊരു 1.5 കിലോ സവാള എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് നമുക്ക് ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത്രയും വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. ഇത് നന്നായി വഴറ്റിയെടുക്കണം, അപ്പോഴാണ് ആ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തീ കൂട്ടിയും കുറച്ചും ഒക്കെ ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം ഉള്ളി മൊത്തം 3/4 വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലെ ഒരു 5 ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോയൊക്കെ ഒന്ന് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. അന്നേരം ഞാൻ മുളക് പൊടി ഈ പൊടികൾ ആ ഉള്ളിക്കകത്തിട്ട് വഴറ്റുന്നില്ല, സെപ്പറേറ്റ് ഒരു പാനിൻ്റെ അകത്തൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടികൾ ഉള്ളിക്കകത്ത് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 6.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടി ഞാനൊരു പുതിയ ഇത് വാങ്ങിച്ചായിരുന്നു നേരത്തെ ഞാൻ യൂസ് ചെയ്യുന്നതും. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇതിപ്പം 2 ടേബിൾ സ്പൂണും മറ്റേ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഞാൻ കാശ്മീരി മാത്രമേ ചേർത്തിട്ടുള്ളൂ, എരിവോ മിക്സോ ഒന്നും ചേർത്തിട്ടില്ല. 3 ടേബിൾ സ്പൂൺ അല്ലാതെ ടോട്ടൽ കാശ്മീരി മുളക് പൊടി 5 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു 6.5-7 ടേബിൾ സ്പൂണോളം, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഗരം മസാലയുടെ എങ്ങനെ കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർക്കാമേ. അപ്പം ഞാൻ ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ആ ഉള്ളിക്കകത്ത് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചെറിയ തീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുന്നവരാണെങ്കിൽ അങ്ങനെ, കുറയ്ക്കുന്നവരാണെങ്കിൽ അതിൽ കുറവ്. പക്ഷേ ഇത് കാശ്മീരി ആകുമ്പോൾ ഒട്ടും എരിവില്ല. നിങ്ങളിപ്പോൾ എരിവ് മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർക്കാവേ. ഇത്രയൊന്നും ചേർക്കല്ല, എരിവനാ ചേർക്കുന്നതെങ്കിൽ ഇത്രയൊന്നും ചേർക്കരുത്, എരിഞ്ഞ് പിന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോകും. ആ ഉള്ളിയും ടൊമാറ്റോയൊക്കെ നന്നായി വഴന്നായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു തണുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ആ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആ തണുത്തപ്പം ഞാൻ ഉള്ളിയും ടൊമാറ്റോയും വഴന്നതിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ചല്ലേ, അതുകൂടി ഇത് ചേർത്തിട്ട് ഈ പൊടികളും ഇതെല്ലാം കൂടെ നന്നായി ഒന്നുകൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ടൊമാറ്റോയുടെയൊക്കെ ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ നന്നായി ഇതുമായിട്ടൊന്ന് തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ആ മസാല എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വെന്ത് അതിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവം നമുക്ക് മനസ്സിലാവും. അത്ര നേരം നമുക്ക് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, ഈ മസാലയൊന്നേ അടുക്കി പിടിക്കാതെ. അത്രയും സവാളയും ടൊമാറ്റോയും വഴരാൻ നല്ല സമയം എടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രൊസീജിയർ നമ്മൾ ഈ ചെയ്യുന്ന ഉള്ളി വഴറ്റുന്ന പരിപാടി നിങ്ങൾക്ക് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഈ മസാല ചീനച്ചട്ടിയിൽ ഒരിച്ചിരി
ഓയിൽ ഒഴിച്ചിട്ട് ആ മസാല ഒന്നുകൂടി ഇട്ട് ചൂടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. അഥവാ സമയമില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് അതേ ദിവസം തന്നെ അങ്ങ് ചെയ്താലും മതിയേ. ഇപ്പം നന്നായി ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിൽ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ താണ്ട എണ്ണയൊക്കെ നന്നായി ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആ ഉള്ളിക്കകത്തുനിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കനായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങത്തില്ല, കാരണം നമ്മൾ വറുത്തതായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മസാലയ്ക്കകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ പെറുക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ ഓൾറെഡി വെന്തതാ. ഇനി ആ ചിക്കൻ്റെ അകത്ത് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ആ ഉള്ളിയൊക്കെ എടുത്തിച്ചിരി അരച്ചില്ലേ, ക്യാഷ്നട്ട് ചേർക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു 10-15 ക്യാഷ്നട്ട് വെള്ളത്തിൽ കുത്തതിന് ശേഷം ആ ഉള്ളി അരയ്ക്കുന്ന ഉടനെ അതുകൂടെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ കുറേയും കൂടെ കുറുകിയ നല്ല ടേസ്റ്റ് കുറേയും കൂടെ ആയിരിക്കും ആ ക്യാഷ്നട്ട് ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് ഇച്ചിരി അരപ്പൊന്ന് ചൂടായി തിള വരാറാവുന്നുണ്ടേ വറുത്ത ചിക്കൻ ഇട്ട് കൊടുത്തിട്ട്, ഇനി ആ ചിക്കൻ മുക്കാൽ കൂടുതലും വെന്തതാ. ഇനി ആ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചാൽ മതി. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ആ മസാലയൊന്ന് അതിൽ പിടിക്കട്ടെ. എനിക്കിന്ന് വിരുന്നുകാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസും പുലാവും ഇതുകൂടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് അതിൻ്റെ അളവ്, ഉള്ളിയുടെയൊക്കെ അളവും മസാലയുടെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താമേ. ഞാൻ ചിക്കനൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ചാറാക്കരുത് ഈ കറിയെ, ഒരിത്തിരി തിക്കായിട്ടുള്ള കറിയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. എനിക്ക് ഗരം മസാലയൊന്നും പിന്നെ ചേർക്കേണ്ട ആവശ്യം വന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് പിന്നെ കടുക് വറക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഇതിലെ. അപ്പോൾ ഇത് ഗീ റൈസ്, പുലാവ്, അപ്പോൾ ഇതിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്, നല്ല കൊഴുത്ത ചാറോട് കൂടിയ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയും പ്രയോജനമാവുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.